ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തിലെത്തും. കെവാഡിയയിലെ ഏകതാ നഗറിൽ 1140 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. വെള്ളിയാഴ്ച നടക്കുന്ന രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സർദാർ പട്ടേൽ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സംശയങ്ങളും പരാതികളും പരിഹരിക്കുന്നതിന് നാഷണൽ വോട്ടർ ഹെൽപ്പ് ലൈനുകളും 36 സംസ്ഥാന ജില്ലാതല ഹെൽപ്പ് ലൈനുകളും സജ്ജമാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വേണ്ടിയുള്ള കേന്ദ്ര ഹെൽപ്പ് ലൈനായി നാഷണൽ കോൺടാക്ട് സെന്റർ പ്രവർത്തിക്കും. രാവിലെ 8 മുതൽ രാത്രി 8 വരെ 1800 111950 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയാണ് പ്രവർത്തനം. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം തിരുവനന്തപുരത്ത് നടന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഇതുമായി ബന്ധപ്പെട്ട് പരിശീലന പ്രവർത്തനങ്ങൾ അടുത്ത മാസം 3-ാം തീയതി വരെ തുടരും. വീട് വീടാന്തരമുള്ള വിവരശേഖരണ ഘട്ടം നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ നടക്കും. പ്രാഥമിക വോട്ടർ പട്ടിക ഡിസംബർ 9-നും അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7-നും പ്രസിദ്ധീകരിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി സർവകക്ഷി യോഗം വിളിച്ച് കേരള സർക്കാർ. അടുത്ത മാസം 5-ന് യോഗം ചേരുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിലയിരുത്തലിനായി വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ 7-അംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയായി ദീർഘിപ്പിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള 35-നും 60-നും ഇടയിൽ പ്രായമുള്ള അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കാനും തീരുമാനിച്ചു. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ളവർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. യുവതലമുറയ്ക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പിനായി പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകുന്ന പദ്ധതിയും നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതുൾപ്പെടെയുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുന്നതിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഇവ നടപ്പാക്കാൻ കുറഞ്ഞത് 10,000 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നെല്ല് സംഭരണം സുഗമമാക്കാൻ സർക്കാരും മില്ലുടമകളും തമ്മിൽ ധാരണയായി. മില്ലുടമകൾക്ക് 2022-23 സംഭരണ വർഷം നൽകാനുള്ള നഷ്ടപരിഹാര തുകയായ 63.37 കോടി രൂപ അനുവദിക്കുന്ന കാര്യം മന്ത്രിസഭ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മില്ലുടമകളുടെ യോഗത്തിൽ അറിയിച്ചു. ബൌദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പ്രത്യേക പ്രചാരണ പരിപാടി അൻപിന് സംസ്ഥാനത്ത് തുടക്കമായി. ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി R ബിന്ദു തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ശബരിമലയിലെ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കണമെന്ന് മന്ത്രി VN വാസവൻ. തീർത്ഥാടന മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ കാസർഗോഡ് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. തളങ്കര തുറമുഖം അദ്ദേഹം സന്ദർശിക്കും. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം അണ്ടൂർക്കോണത്ത് നാളെ സംയോജിത ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ, കലാപരിപാടികൾ, മത്സരങ്ങൾ, സൌജന്യ മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയവ നടക്കും. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. SSLC പരീക്ഷ 2026 മാർച്ച് 5 മുതൽ 30 വരെ നടക്കും. മെയ് 8-നാണ് ഫലപ്രഖ്യാപനം. 1-ാം വർഷ ഹയർ സെക്കൻഡറി VHSC പരീക്ഷകൾ മാർച്ച് 5 മുതൽ 27 വരെയും 2-ാം വർഷ പരീക്ഷകൾ മാർച്ച് 6 മുതൽ 28 വരെയും നടക്കുമെന്നും മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. സമുദ്ര മത്സ്യമേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ദേശീയ മറൈൻ ഫിഷറി സെൻസസ് അടുത്ത മാസം 3 മുതൽ ഡിസംബർ 18 വരെ നടക്കും. രാജ്യത്തെ എല്ലാ തീരദേശ സംസ്ഥാനങ്ങളിലും ലക്ഷദ്വീപ്, ആൻഡമാൻ ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് സെൻസസ് നടക്കുന്നത്. 12 ലക്ഷത്തിൽ പരം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ വിവരശേഖരണ പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമാണ്. രാഷ്ട്രീയ ഏകതാ ദിനത്തോടനുബന്ധിച്ച് കേരള പോലീസ് മറ്റന്നാൾ സംസ്ഥാനത്തുടനീളം റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിക്കും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത പൊതുജനങ്ങളിൽ ഊട്ടിയുറപ്പിക്കുകയാണ് കൂട്ടയോട്ടത്തിന്റെ ലക്ഷ്യം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ടയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപം രാവിലെ 6:45-ന്.